ശ്രീ സായിറാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ടാണ്. അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറയുന്നത്. സ്ത്രീധനം എന്ന സാമൂഹിക വിപത്തിന് അറുതി വരുത്താനും ആത്യന്തികമായി സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തടയുക എന്ന ലക്ഷ്യത്തോടും കൂടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് സ്ത്രീധന നിരോധന നിയമം 1961. ഇത് നിലവിൽ വന്നത് 1961 ജൂലൈ 1-നാണ്. നിയമം നിലവിൽ വന്ന സമയത്ത് രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ആയിരുന്നു. നിയമത്തിൽ ഭേദഗതി വരുത്തിയത് 1984-ലും 1986-ലും ആയിരുന്നു. സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 108 പ്രതിപാദിക്കുന്ന പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആദ്യമായി വിളിച്ചു ചേർക്കപ്പെട്ടത്. വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്തു നിന്നു തന്നെ സഹായം തേടാനുള്ള സംവിധാനമാണ് കാതോർത്ത്. കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ ആവശ്യമുള്ള സ്ത്രീകൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ നൽകുന്നതാണ് പദ്ധതി. പദ്ധതി നടപ്പിലാക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പ് ആണ്. സ്ത്രീകൾക്ക് സഹായം തേടാൻ വനിതാ ശിശുവികസന വകുപ്പിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 181. സ്ത്രീധന വിരുദ്ധ ദിനം നവംബർ 26. സ്ത്രീധന വിരുദ്ധ ദിനം ആചരിക്കാൻ നേതൃത്വം നൽകുന്നത് സാമൂഹ്യക്ഷേമ വകുപ്പാണ്. സ്ത്രീധന നിരോധനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി 2019 കേരള സർക്കാർ പ്രഖ്യാപിച്ചത് ടൊവിനോ തോമസിനെയാണ്. സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണം പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് 304(b)യിലാണ്. ഇത് പ്രകാരം പറയുന്നത്, കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഭർതൃഗൃഹത്തിൽ വെച്ച് ഒരു സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണമായി കണക്കാക്കാം എന്നാണ്. ഈ 304(b) എന്ന വകുപ്പ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി 1986 ഭേദഗതിയാണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തിന് നൽകുന്ന ശിക്ഷ കുറഞ്ഞ ശിക്ഷ 7 വർഷ തടവും കൂടിയ ശിക്ഷ ജീവപര്യന്തവുമാണ്. ഭർതൃഗൃഹത്തിൽ ഭർത്താവ് മൂലമോ ബന്ധുക്കൾ മൂലമോ സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക പീഡനങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് 498(a) ആണ്. ഈ വകുപ്പ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കൂട്ടിച്ചേർത്ത വർഷം 1983 ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് സായിറാം.